ഹെയർ ലോസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ശരിയായ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹെയർ ലോസിന്റെ ചില കാരണങ്ങൾ അത് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് വഴി കണ്ടെത്താൻ കഴിയും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് CBC അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അതുവഴി നമുക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണോ, അതായത് നമ്മൾ അനീമിക് ആണോ എന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈ ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഹെയർ ഫോളിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്തേതാണ് സെറം ഫെറിറ്റിൻ, അതായത് നമ്മുടെ ബോഡിയിലെ സ്റ്റോർഡ് അയൺ എത്രയുണ്ട് എന്ന് നോക്കുന്നതാണ്. അതായത് ലോ ലെവൽ ഓഫ് ഫെറിറ്റിൻ ഉള്ളവരിൽ ഹെയർ തിന്നിങ് കൂടുതലായി കണ്ടുവരുന്നു. പക്ഷെ ഇങ്ങനെയുള്ളവരിൽ HB ലെവൽ നോർമൽ ആയിരിക്കാം. മൂന്നാമത്തേത് TFT അല്ലെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും ഹെയർ ഫോളിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ തല ഭയങ്കര ഡ്രൈ ആണ്, സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആണ്, ഹെയർ ഭയങ്കര ഡ്രൈ ആണ്, മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹെയർ സ്കാൽപ്പിന്റെ അടുത്തുള്ള മുടിയുടെ ഭാഗം ഭയങ്കര തിന്നായി പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിരിക്കണം. നാലാമത്തേത് വൈറ്റമിൻ D. നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന്റെ ഗ്രോത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. അഞ്ചാമത്തേതാണ് വൈറ്റമിൻ B12. ഒരു ഹെൽത്തി ഹെയർ ഗ്രോത്തിന് വൈറ്റമിൻ B12ന്റെ ലെവൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആറാമത്തേത്, ഇപ്പൊ നിങ്ങളൊരു PCOD പേഷ്യന്റ് ആണ്, അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ, DHEA, പ്രൊലാക്റ്റിൻ, LH ആൻഡ് FSH ഇതെല്ലാം ചെക്ക് ചെയ്തിരിക്കണം.